അപ്പോൾ ശൈഖുനാ മടവൂരിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ഏത് ത്വരീഖിലെ ആളാണ്, അവർ ഏത് ത്വരീഖിലാണോ, അവർ ഏത് ശൈഖാണ്, അവർക്ക് മുരീദന്മാരുണ്ടോ, അവർക്ക് അവർ മുറബിയാണോ, അതൊന്നും അവിടെ ചർച്ച. തിങ്കളാഴ്ച ദിവസം റബീഉൽ അവ്വൽ 12 സുബ്ഹിയുടെ അടുത്ത സമയത്താണ് ജനിച്ചത് ബഹുമാനമുള്ള ശൈഖുന. മുഅ്മിനായ മനുഷ്യനും അവരെ അറിഞ്ഞോ അറിയാതെയോ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കും. ലോക മുഅ്മിനീങ്ങൾക്കുള്ള സ്വത്താണ് ശൈഖുനാ മടവൂർ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗങ്ങൾക്ക് നമ്മൾക്ക് പറയുമല്ലോ, എന്ത് ഖാദിരിയ ത്വരീഖത്ത്, റിഫാഇയ ത്വരീഖത്ത്, നഖ്ശബന്ദിയ ത്വരീഖത്ത്, നമ്മൾക്ക് പറയാൻ പറ്റും ഇന്ന ഷെയ്ഖ് അവർ ഇന്നത്തിന്റെ ഇന്ന ത്വരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു, നഖ്ശബന്ദി ഷെയ്ഖായിരുന്നു, ഖാദിരിയത്തിന്റെ ഷെയ്ഖായിരുന്നു, റിഫാഇയത്തിന്റെ ഷെയ്ഖായിരുന്നു. കേട്ടിട്ടില്ലേ നിങ്ങൾ ഓരോ ഷെയ്ഖന്മാരെ കുറിച്ച്? ബഹുമാനപ്പെട്ട മഹാന്മാരായ പല മഹാന്മാരുണ്ട്. 7 ത്വരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു. ഇന്ന മഹാൻ അവർ 40 ത്വരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു. അങ്ങനെ തുടങ്ങി വലിയ വലിയ മഹാന്മാരെ കുറിച്ച് പോലും നിങ്ങൾക്ക് കേൾക്കണോ? ബന്ദർ ജലാൽ മൗല റളിയല്ലാഹു തആലയെ കുറിച്ച് പറയുന്നത് അവർ 7 ത്വരീഖത്തിന്റെ ഷെയ്ഖാണ്. 7 ത്വരീഖിൽ അവർ ഖുത്ബാനിയത്തിന്റെ പദവി അലങ്കരിച്ച 7 ത്വരീഖിന്റെയും ഖിലാഫത്ത് അവരിലേക്ക് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കന്യാല മൗലയും റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അങ്ങനെ തന്നെയാണ് 7 ത്വരീഖിന്റെ ഖുത്ബാനിയത്ത് അലങ്കരിച്ച മഹാനാണ്. നിങ്ങൾ ചിന്തിക്കണം, സുഹറവർദിയുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് ഷാദുലിയുണ്ട്, നഖ്ശബന്ദി, ഇത്രയും ത്വരീഖുകളുണ്ട്. ഒട്ടനവധി ത്വരീഖുകൾ ലോകത്തുണ്ട്. അതിന്റെ ശാഖോപശാഖകൾ കണക്കാക്കി കഴിഞ്ഞാൽ 1,24,000 ത്വരീഖുകൾ അടിസ്ഥാനമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിന്റെയും ശാഖോപശാഖകളിലേക്ക് കടന്നാൽ മൺതരികൾ കണക്കെ ത്വരീഖുകളുണ്ട്. ലോകത്ത് മൺതരികളുടെ കണക്കെ ത്വരീഖുകളുണ്ട്. എന്നാൽ ഒരു അലിഫ് പോലും എന്നിലൂടെ അല്ലാതെ കടന്നു പോവുകയില്ല എന്ന് ബഹുമാനമുള്ള ഒരു അലിഫ് പോലും എന്നിലൂടെ അല്ലാതെ കടന്നു പോവുകയില്ല. ലോകത്ത് മൺതരികൾ കണക്കെ ത്വരീഖുകളുണ്ട്. അത് മുഴുവനും എന്നിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ശൈഖുനാ മടവൂരിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ഏത് ത്വരീഖിലെ ആളാണ്, അവർ ഏത് ത്വരീഖിലാണോ, അവർ ഏത് ശൈഖാണ്, അവർക്ക് മുരീദന്മാരുണ്ടോ, അവർക്ക് അവർ മുറബിയാണോ, അതൊന്നും അവിടെ ചർച്ചയല്ല. അവരുടെ മഖാം മറ്റൊന്ന്. എല്ലാ ശൈഖന്മാരും അവരിലൂടെയാണ് കടന്നു പോകാൻ കഴിയുന്നത്. അപ്പോ നമ്മൾ കുറച്ച് ആളുകൾ ഉറൂസ് എന്ന് മനസ്സിലാക്കണ്ട. ലോകത്ത് അവരെ സ്നേഹിക്കാതിരിക്കാൻ ഒരു മുഅ്മിനും സാധ്യമല്ല. ഒരു മുഅ്മിനായ മനുഷ്യനും അവരെ അറിഞ്ഞോ അറിയാതെയോ സ്നേഹിക്കാതിരിക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള മഖാമിലാണ് അവരുള്ളത്. അതായത് ഏതെങ്കിലും ഒരു ത്വരീഖിന്റെ ശൈഖല്ല എന്നർത്ഥം. എല്ലാ ത്വരീഖുകളും സംഗമിക്കുന്ന, എല്ലാ ത്വരീഖുകളുടെയും സംഗമസ്ഥാനമായ ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിപൂർണ ഖിലാഫത്ത്, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്ന ആ മഹത്തായ ആ അവിടുത്തെ സ്ഥാനം, ഹഖീഖത്തുൽ മുഹമ്മദിയ, മുഹമ്മദിയ പൊരുൾ എന്ന് പറയുന്ന ആ ഹഖീഖത്തുൽ മുഹമ്മദിയ പൊരുളിൽ പരിപൂർണമായും വിനയം പ്രാപിച്ച മഹാനാണ് ശൈഖുനാ ഖുത്ബുൽ ആലം മുഹമ്മദ് അബൂബക്കർ മടവൂരി റളിയല്ലാഹു അൻഹു. എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾ ചിന്തിക്കൂ, ഇത് ചരിത്രത്തിൽ വലുതാക്കി. തിങ്കളാഴ്ച ദിവസം റബീഉൽ അവ്വൽ 12 സുബ്ഹിയുടെ അടുത്ത സമയത്താണ് ജനിച്ചത് ബഹുമാനമുള്ള ശൈഖുന ജനിച്ചത്. അങ്ങനെ തങ്ങൾക്ക് ശേഷം വന്ന എണ്ണപ്പെട്ട അത്യുന്നത പദവി അലങ്കരിച്ച ഒട്ടനവധി മഹാന്മാരുണ്ട്. അവരാരെങ്കിലും റബീഉൽ അവ്വൽ 12 ബഹുമാനമുള്ള ശൈഖുന ജനിച്ചത് 1329 ഹിജ്റ, 1329. ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിനോട് യോജിച്ചുകൊണ്ട്, ദിവസവും സമയവും മാസവും യോജിച്ചുകൊണ്ട് റബീഉൽ അവ്വൽ 12 ജനിച്ച മറ്റൊരു മഹാനെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. നമ്മൾ ഇതുവരെയായിട്ടും എത്രയോ അഖ്താബികളും അഖിയാഫികളുമായ ഒട്ടനവധി മഹാന്മാരുടെ ലോകത്തുണ്ട്.
ആരെങ്കിലും റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ച സുബ്ഹിയുടെ സമയത്ത് ജനിച്ചതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് ബഹുമാനമുള്ളവർക്ക് അള്ളാഹു കണക്കാക്കി വെച്ച പദവിയാണ്. മുഹമ്മദ് അബൂബക്കർ എന്ന നാമം പലപ്പോഴും ചോദിക്കാറുണ്ട്. മുഹമ്മദ് അബൂബക്കർ എന്ന നാമം പോലും ലോകത്ത് ഇന്നുവരെയും ഒരു മഹാൻ, അറിയപ്പെട്ട ഒരു മഹാനിക്ക് പോലും ആ നാമം പോലും ചാർത്തപ്പെട്ടിട്ടില്ല. മുഹമ്മദ് എന്ന് പേരുണ്ടാവാം, അബൂബക്കർ എന്നും പേരുണ്ടാവാം. മുഹമ്മദ് അബൂബക്കർ എന്ന പേര് വക്കപ്പെട്ട ഒരു മഹാൻ ലോകത്ത് ബഹുമാനമുള്ളവരല്ലാതെ മറ്റൊരു മഹാനെയും എണ്ണപ്പെട്ട അക്താബികളായ വലിയ മഹാന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ പോലും കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ബഹുമാനമുള്ളവർക്ക് അള്ളാഹു കരുതി വെച്ച കാലം, കരുതി വെച്ച പദവിയാണ് സാധാരണ. അതുകൊണ്ടാണ് ബഹുമാനമുള്ളവർ ഏതെങ്കിലും ഒരു ത്വരീഖിന്റെ ശൈഖായിട്ടല്ല ലോകത്തറിയപ്പെട്ടത്. റിഫാഴിയാണെന്നോ ഖാദിരിയാണെന്നോ ഒന്നും. അതൊക്കെ ചോദിച്ചവരോട് അവർ പറഞ്ഞു, അത് ഞാൻ മുഹമ്മദ് കോയിക്കുട്ടി ഹാജിയെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അവരോട് വാങ്ങിക്കൂ. ചില ആളുകൾ ചോദിച്ചപ്പോൾ അത് ഞാൻ ഇന്നാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അവരോട് വാങ്ങിച്ചു. ശിവന ചിലതൊക്കെ കൊടുത്തിട്ടില്ല എന്നല്ല, കൊടുത്തിട്ടുണ്ട്. അതൊന്നും അതിന്റെ അണ്ടറിൽ നിന്നുകൊണ്ടല്ല കൊടുത്തത്. ബഹുമാനമുള്ളവർ എല്ലാത്തിന്റെയും മേലെയായി അധികാര പദവിയിൽ വാഴുന്ന മഹാനാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനമുള്ളവരുടെ ആശിക്യങ്ങളായി, മഹിബീങ്ങളായി ലോകത്ത് ഒട്ടനവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവരൊന്നും ഏതെങ്കിലും ഒരു ത്വരീഖിന്റെ ആളുകളായിട്ട് ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞൊന്നുമില്ല. വേണ്ട, അവർക്ക് ത്വരീഖല്ല. അതാണ് ഉന്നത പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബഹുമാനമുള്ളവരുടെ ഒരു നോട്ടം, അത് മതി. അവരുടെ ഒരു നോട്ടം, അവരുടെ ഒരു നോട്ടം മാത്രം മതി ഉന്നതമായ പദവിയിലേക്ക് എത്താൻ. അപ്പൊ ബഹുമാനമുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും കുറച്ച് ആളുകളുടെ, അവരെ മാത്രമല്ല, ലോക മുഅ്മിനീങ്ങളുടെ സ്വത്താണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ മടവൂർ ഖുത്ബുൽ ആലം റഈസുൽ സാഹിദീൻ മശായിഖുൽ അർളില മഗാരിബിഹ നൂർ മുഹമ്മദ് അബൂബക്കർ മടവൂരി റളിയല്ലാഹു അൻഹു. മഹാനവരെ സ്നേഹിക്കൽ എല്ലാവർക്കും അറിഞ്ഞോ അറിയാതെയോ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥാനം, അല്ലാഹു ബഹുമാനമുള്ള അവരുടെ സ്ഥാനം കൊടുത്തിരിക്കുന്ന പദവി അത്രയും വലുതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്യുന്നതമായ ആ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്ന് പറയുന്ന ആ പദവിയാണ് ഏതൊരാൾക്കും പ്രാപിക്കാനുള്ള ഏറ്റവും വലിയ പദവി. അത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്ന് ലയിച്ചു ചേർന്ന് ആ പദവിയിൽ വിലയം പ്രാപിക്കലാണ് ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കുന്നത്. എത്താൻ കഴിയുന്ന ഏറ്റവും മാക്സിമം പദവി അതാണ്. ഈ പദവിയിൽ തന്നെ ഒട്ടനവധി തട്ടുകളുണ്ട്, ദറജകളുണ്ട്. ഒട്ടനവധി തട്ടുകളായിട്ടാണ് ആ പദവി പോലും ഉള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദവി എന്താണെന്നറിയോ? തങ്ങളുടെ പദവി ആനൻ ഫാനൻ, ഓരോ സെക്കൻഡിലും ഉയർന്നുകൊണ്ടിരിക്കുന്ന പദവിയാണ് റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പദവിയിലേക്ക് ഒരാൾ എത്തപ്പെട്ടാൽ അവരുടെ പദവി എന്ന് പറയുന്നത് നിർണയിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ അവർ നിലകൊള്ളുന്ന പദവിയേക്കാൾ മേലെയായിരിക്കും അടുത്ത സെക്കൻഡ്. ഇപ്പോൾ നിലകൊള്ളുന്ന പദവിയേക്കാൾ മേലെയായിരിക്കും അടുത്ത സെക്കൻഡ്. അതിനടുത്ത സെക്കൻഡിൽ അതിന്റെ മേലെയായിരിക്കും. ഓരോ സെക്കൻഡിലും അവരുടെ പദവികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പദവിയിലേക്കാണ് അവർ എത്തിച്ചേരുക. ആ പദവിയിലേക്കാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട അബ്ദുൽ കരീമുൽ ജീനി റളിയല്ലാഹു അൻഹു തന്റെ ഇൻസാൻ കാമിൽ എന്ന് പറയുന്ന അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിൻ സുന്നത്തിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ് എന്ത്? മുത്തു റസൂലുള്ളാഹിന്റെ ചര്യയിൽപ്പെട്ടതാണ് എന്ത്? അവിടുന്ന് ചില രൂപങ്ങളെ എടുത്തണി, അത് മുത്തു റസൂലുള്ളാഹിന്റെ ചര്യയിൽപ്പെട്ടതാണ്. ഒരു സമയം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒട്ടേറെ രൂപങ്ങൾ എടുത്തണിയാനുള്ള അധികാരമുണ്ട്, അവിടുന്ന് അണിയാറുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. കാലഘട്ടത്തിന്റെ സമാന്റെ ഖുതുബായിരുന്നു മഹാൻ. 4 വേദഗ്രന്ഥങ്ങളും ഒരുപോലെ പറയുന്ന മഹാനായിരുന്നു. തൗറാത്ത്, ഇൻജീൽ, സബൂർ, ഫുർഖാനുൽ അദീം, ഈ 4 വേദഗ്രന്ഥങ്ങളും
പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു ലദുന്നിയായ ഇൽമു കൊണ്ട് അനുഗ്രഹിച്ച മഹാനായിരുന്നു അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു. നിരക്ഷരനായിരുന്നു, ഒരു ഹർഫ് പോലും എഴുതാനോ വായിക്കാനോ അറിയാത്ത മഹാനായിരുന്നു. പക്ഷെ അള്ളാഹു ലദുന്നിയായ ഇൽമു കൊടുത്തപ്പോൾ പണ്ഡിതന്മാർ പോലും അവരുടെ കാൽ കീഴിൽ വരേണ്ടി വന്നു. കാരണം അത്രയും അവർക്ക് ഇൽമു കൊണ്ട് നിറഞ്ഞു. ഖുർആനും ഹദീസും എല്ലാം അവരിൽ ഇൽമിൽ നിറഞ്ഞു. തൗറാത്തും ഇൻജീലും സബൂറും എല്ലാം അവരിൽ നിറഞ്ഞു. ആ മഹാൻ തന്നെയാണ് ഈ ചരിത്രം പറയുന്ന അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങൾ പറയുന്ന നമുക്ക് കാണാൻ കഴിയും. ഇബ്ലീസ് എന്ന ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻസാൻ കാമിൽ പറഞ്ഞതിന്റെ പുറമെ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ രേഖപ്പെടുത്തി വെച്ചതാണ്. അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങൾ പറഞ്ഞതായി ശിഷ്യന്മാർ രേഖപ്പെടുത്തി വെച്ചത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അൽ ഖവാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒക്കെ ശിഷ്യന്മാരാണ്. അവരൊക്കെ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സമയത്ത് 1,24,000 രൂപങ്ങളെ എടുത്തടി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരായി നാം കാണുന്ന ഔലിയാക്കന്മാരിലൊക്കെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ചെറിയ വസ്ത്രമുണ്ടാവും. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഒരു പൂന്തോട്ടമാണെന്ന് സങ്കല്പിച്ചാൽ അതിൽ ഒരു പൂവ് നമ്മൾ എടുത്താൽ എങ്ങനെയായിരിക്കും? അതുപോലെ തങ്ങൾ ഒരു വലിയ പൂന്തോട്ടമാണ് സങ്കല്പിച്ചാൽ അതിന് പലതരമുള്ള പൂക്കളുണ്ട്, പല സുഗന്ധങ്ങളുള്ള പൂക്കളുണ്ട്, പല കളറുകളുള്ള പൂക്കളുണ്ട്. അതിന് ഒരു പൂവ് നാം എടുത്ത് സങ്കല്പിച്ചാൽ അതാണ് ഒരു വലിയ എന്ന് പറയുന്നത്. അതും റസൂലുള്ളാഹിന്റെ ഒരു അംശം തന്നെയാണ്. ആ പൂന്തോട്ടത്തിൽ ഒരു പൂവ് റസൂലുള്ളാഹിന്റെ ഒരു അംശം. ഇതേപോലെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെല്ലാം മുത്തു റസൂലുള്ളാഹിന്റെ ഒരു രൂപമാണ്. പക്ഷെ അവരിലും എന്തേ ഉള്ളൂ? റസൂലുള്ളാഹിന്റെ ഒരു അംശം, ഒരു പൂവാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ രൂപമാണെന്ന് പറഞ്ഞതുകൊണ്ട് പൂർണ്ണമായും എല്ലാ നിലക്കും അവരിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഇല്ല, പൂർണ്ണമായും അവരിൽ വിലയം പ്രാപിക്കുന്നില്ല, എല്ലാ നിലക്കും അവരിൽ ആയിത്തീരുന്നില്ല. അതുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലും മുത്തുറസൂലാണ്, മൂസാ നബിയിലും മുത്തുറസൂലാണ്, ഇബ്രാഹിം നബിയിലും മുത്തുറസൂലാണ്. ഒക്കെ ശരിയാണ്. പക്ഷെ അവരൊന്നും പൂർണ്ണരായോ? ആദം നബി പൂർണ്ണത പ്രാപിച്ചോ? ഇല്ല. ഈസാ നബി പൂർണ്ണത പ്രാപിച്ചോ? ഇല്ല. മൂസാ നബി പൂർണ്ണത പ്രാപിച്ചോ? ഇല്ല. അതിനർത്ഥം അവരിൽ റസൂലല്ല എന്നാണോ? അല്ല, അവരിലൊക്കെയും റസൂലാണ്. പക്ഷെ അവരിലൊന്നും പൂർണ്ണത എത്തിയിട്ടില്ല, പ്രാപിച്ചിട്ടില്ല. അപ്പോൾ ഔലിയാക്കന്മാരിലെല്ലാം അള്ളാന്റെ റസൂലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവരെല്ലാം ഒരേ പദവിയിലാകുന്നില്ല. അവർക്കൊക്കെ വ്യത്യസ്ത പദവികളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലൊക്കെയും ഇറങ്ങി ചെന്നിട്ടുള്ളത് ഏതെങ്കിലും ഒരു വസ്തു കൊണ്ടാണ്, ഏതെങ്കിലും ഒരു വിശേഷണം കൊണ്ടാണ് അവരിൽ വെളിവായിട്ടുള്ളത്. തങ്ങൾ അങ്ങനെ തന്നെ ഇറങ്ങി വരുന്നില്ല. അങ്ങനെ തന്നെ ഇറങ്ങി വന്നാൽ അത് വിഷയമാണ്, അവിടെ വകുപ്പുമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായി ഫനായി കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥകളൊക്കെ മാറും. അതാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പരിപൂർണ വസ്തു എന്ന് പറയുമ്പോൾ അവരുടെ ആ ദാത്തും ഹബീബായ റസൂലുള്ളാഹിയുടെ ദാത്തിലേക്ക് ഒരു പരിപൂർണമായി ഫന വിധേയം പ്രാപിച്ചാൽ അതാണ് ബഹുമാനമുള്ള ശൈഖുനാ പറഞ്ഞത്, എന്റെ വാസസ്ഥലം റൗളയാണ്, എന്റെ വാസസ്ഥലം റൗളയാകും. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? ബഹുമാനമുള്ളവര്, നിങ്ങൾക്കറിയാം, മദീനത്ത് സിയാറത്ത് പോയപ്പോ, മദീനത്ത് നമ്മൾ കേട്ട ചരിത്രമാണ്, മദീനത്ത് സിയാറത്ത് പോയപ്പോ മദീന റൗള ശരീഫിന്റെ മുന്നിൽ ഒരുപാട് മുന്നേ ബഹുമാനമുള്ളവർ നിന്നു. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ബഹുമാനമുള്ളവർ എന്ത് ചെയ്തു? അവിടെ മരിച്ചു വീണു. ബോധം കെട്ട് ചലനവെട്ട് ബഹുമാനമുള്ളവരവിടെ വീണു. കണ്ടുനിന്നവരുണ്ട്, അവരെടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി. സംഭവിച്ചതെന്താണ്? പിന്നീട് ഉണർന്നപ്പോൾ ബഹുമാനമുള്ളവരുടെ സ്വഭാവം, സംസാരം, ശൈലി എല്ലാം പാടെ മാറിയിരുന്നു, എല്ലാം മാറിയിരുന്നു. അവിടെ സംഭവിച്ചതെന്താണ്? ബഹുമാനമുള്ള എന്താ പറഞ്ഞത്? റൗള ഷരീഫിൽ നിന്ന് ഒരു വലിയ നൂറ് വന്ന് ബഹുമാനമുള്ളവരെ പൊതിഞ്ഞു. ആ പൊതിഞ്ഞതിന് ശേഷം ബഹുമാനമുള്ളവർ അവിടെ ബോധരഹിതനായി ചലനവറ്റ് വീണു. ശേഷം സംഭവിച്ചതെന്ത്? ബഹുമാനമുള്ള ജീവിതത്തിൽ ശേഷം സംഭവിച്ച വലിയ മാറ്റങ്ങൾ, അതിലെല്ലാം വലിയ രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ബഹുമാനമുള്ളവര് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ
ഹഖീഖത്തുൽ മുഹമ്മദിയ എന്ന് പറയുന്ന ഉന്നത പദവിയിൽ അലങ്കരിച്ചു. അതിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ആ രൂപത്തെ എടുത്തണിഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനമുള്ളവരുടെ രൂപത്തെ എടുത്തണിഞ്ഞു. മുത്തു റസൂലുള്ളാഹി ഒരു രൂപത്തെ എടുത്തണിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോ കാണുന്നത് ആരെയാണ്? ശിവന മടവൂരിനെ കണ്ടാലും അതാണ്. ഒരിക്കൽ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ടോ? ഉമ്മ പറഞ്ഞില്ല. എന്നാൽ നോക്കിക്കോളൂ, ഇതാ എന്നിലേക്ക് നോക്കിക്കോളൂ. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ടോ? ഉമ്മ പറഞ്ഞു ഇല്ല മോനെ. എന്നാൽ ഇതാ എന്നിലേക്ക് നോക്കിക്കോളൂ. എത്രയോ ആളുകൾക്ക് അനുഭവമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി ആശിച്ച് സ്വപ്നത്തിൽ കാണും. കണ്ടയുമ്പോൾ ബഹുമാനമുള്ള ശൈഖുനാ മടവൂർ റളിയല്ലാഹു തആല അൻഹുവിന്റെ രൂപത്തിൽ ബഹുമാനവകൾ കിടക്കുന്നതായിട്ടും റൗള ശരീഫിൽ തന്നെ അങ്ങനെ കിടക്കുന്നതായിട്ടും കണ്ടവരുണ്ട്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ എടുത്തണിഞ്ഞു? ഏതെങ്കിലും ഒരു വസ്വാലയല്ല. ബഹുമാനപ്പെട്ട ശൈഖുനാനെ അല്ലാഹുവിന്റെ റസൂൽ എടുത്തണിഞ്ഞു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അല്ലാഹുവിന്റെ റസൂൽ അവതരിച്ചൊരു മഹാനാണ് ശൈഖുനാ മടവൂർ ഖുതുബുൽ ആലം മുനൂർ മുഹമ്മദ് അബൂബക്കർ മടവൂരി റളിയല്ലാഹു തആല. അതുകൊണ്ടാണ് ബഹുമാനമുള്ളവരുടെ ജന്മം പോലും റബീഉൽ അവ്വൽ 12 അല്ലാഹു കൊണ്ടുവന്നത്. മുഹമ്മദ് അബൂബക്കർ നാമകരണം ചെയ്തു. 63-ാമത്തെ വയസ്സിൽ ഇവിടെ പറഞ്ഞു. പിന്നെ റബീഉൽ അവ്വൽ പറഞ്ഞതിനാക്കാത്തത് അതബ് കൊണ്ടാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിനോട് യോജിക്കുക എന്ന് പറയുന്നത്, റസൂലിന്റെ രൂപം എടുത്തണിയുക എന്ന് പറയുന്നത്, അത് അതിൻ്റെതായ ഒരു മാറ്റം എല്ലാത്തിലും ഉണ്ടാവുമല്ലോ. അതിൻ്റെതായ ഒരു മാറ്റം എല്ലാത്തിലും ഉണ്ട്. എത്രത്തോളം അടുത്താലും അള്ളാന്റെ റസൂലാണ് അതിന്റെ അടിസ്ഥാനം. അള്ളാന്റെ റസൂലാണ്. അള്ളാന്റെ റസൂലിന്റെ ഒരു രൂപമാണ് ഏത്? ശൈഖുനാ മടവൂർ. അത് ആ അതവ് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്? അതിനെ ആ ഒരു അതവ് കാണിച്ചത്. ബഹുമാനമുള്ളവർ റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിന് വേണ്ടി മാത്രമാണ് കല്യാണം കഴിച്ചത്. തങ്ങളുടെ സുന്നത്ത് കിട്ടാൻ വേണ്ടി മാത്രമാണ് കല്യാണം കഴിച്ചത്. കാരണം തങ്ങളുടെ അവസ്ഥ, അങ്ങനെ ശൈഖുനാന്റെ അവസ്ഥ അതൊന്നുമല്ല, ആർക്കും അപ്രാപ്യമായ ഒരവസ്ഥയാണ്. അവരുടെ അവസ്ഥ മറ്റു ഔലിയാക്കന്മാരെ പോലെയുമല്ല. ഔലിയാക്കന്മാരെ പോലെയൊന്നും അവരുടെ അവസ്ഥ കണക്കൂട്ടാൻ കഴിയില്ല. കാരണം അവരിൽ അല്ലാഹു അവന്റെ റസൂലും അല്ലാതെ മറ്റൊന്നുമില്ല. അല്ലാഹു അവന്റെ റസൂലും അല്ലാതെ മറ്റൊന്നും അവരിലില്ല. നമ്മളാ പാടുന്ന ബൈത്തൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു. അത് അങ്ങനെ തന്നെ സത്യമാണ്. തങ്ക റസൂലല്ലാതെയുമല്ല എന്നൊക്കെ പറയണ്ടല്ലോ. അതായത് അല്ലാഹു അവന്റെ റസൂലും മാത്രം ആണ് ബഹുമാനപ്പെട്ട ശൈഖുനയിലുള്ളൂ. അവരുടെ ജീവിതത്തിൽ ഒരു വാക്ക് പോലും, ഒരു പ്രവൃത്തി പോലും, ഒരു സംസാരമോ, ഒരു ചിന്തയോ, ഒരു നോട്ടമോ ഒന്നും തന്നെ അല്ലാഹുവിലും റസൂലിലും അല്ലാതെ കഴിഞ്ഞുപോയില്ല. ചെറുപ്പകാലം മുതലേ വഫാത്ത് വരെയും അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയിലായി, സ്വഭാവത്തിലായി അങ്ങനെ തന്നെ ജീവിച്ചു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുണ്യമാക്കപ്പെട്ട ശരീരം, തങ്ങൾ എടുത്തിണങ്ങിയ ഒരു ശരീരം, തങ്ങളുടെ പൂർണ്ണമായ വസ്തു ഒത്തിണങ്ങിയ ഒരു ശരീരം, അപ്പൊ തങ്ങളാണ് അവിടെ ഉള്ളത്. അല്ലാഹുവിന്റെ റസൂലും അല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ എല്ലാ മഹാന്മാരും, എല്ലാ മശായിഖന്മാരും, അതാണ് ശൈഖുനാ പറഞ്ഞത്, അമ്പിയാക്കന്മാർ എന്നിലേക്ക് നോട്ടമിട്ടുകൊണ്ടിരിക്കും. ഞാൻ എന്ത് പറയുന്നു എന്നാണ് അവർ നോക്കുന്നത്. ലോകത്തിന്റെ ഉത്ഭവകാലം മുതൽ ഇന്നോളം എനിക്ക് തുല്യമായി ആരുമില്ല. അങ്ങനെ പറയാൻ കാരണം എന്താ? അതാണ്. അത് വിശദീകരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. ഹഖീഖത്തുൽ മുഹമ്മദിയ എന്ന് പറയുന്ന ഭാഗത്തിൽ വിശദീകരിക്കുമ്പോൾ മാത്രമാണ് ആ വാക്കിനെ പറയാൻ കഴിയുള്ളൂ. ലോകത്തിന്റെ ഉത്ഭവകാലം മുതൽ ഇന്നോളം എനിക്ക് തുല്യമായി ആരുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ലോകത്തിന്റെ ഉത്ഭവകാലം എന്ന് പറയാൻ കാരണം എന്താ? ആ വാക്കുച്ചരിക്കുമ്പോഴും അതിനെപ്പറ്റി പറയുമ്പോൾ എന്താണ് ഹഖീഖത്തുൽ മുഹമ്മദിയ, ലോകത്തിന്റെ ഉത്ഭവം എന്താണ്, ലോകത്തിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ആ വാക്കിന്റെ ഗൗരവം മനസ്സിലാവും. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപം നമുക്ക് ബഹുമാനമുള്ള ശൈഖുനയിലൂടെ കാണാൻ കഴിയും. ബഹുമാനമുള്ളവരിലേക്ക് നാം നോക്കിയാൽ, അവിടത്തേക്ക് നാം നോട്ടമിട്ടാൽ അല്ലാഹു അവന്റെ റസൂൽ അവിടെ ഉണ്ട്. അവിടത്തെ പേരിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം നൽകിയത് അല്ലാഹുവാണ്. അവന്റെ മഹത്തായ അനുഗ്രഹമാണ് നമുക്ക്. അതാണ് എന്റെ ഗുരുതന്മാർക്കുള്ള സിൽസില ഞാനാകുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതായത്
ഷെയ്ഖുനാന്റെ ഒരാൾക്ക് കിട്ടിയ പിന്നെ സിൽസില മേലോട്ട് നോക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഷെയ്ഖന്മാർക്കൊക്കെ തുര്യത്തിനൊക്കെ സിൽസിലുണ്ട്. സിൽസില ഇങ്ങനെ വായിച്ച് അള്ളാഹുലേക്ക് സിൽസില ഉണ്ടാവും. അപ്പൊ ഷെയ്ഖുനാന്റെ ആ ഹദ്റത്തിൽ സിൽസില വായിക്കേണ്ട ആവശ്യമില്ല. ഷെയ്ഖുനയിലേക്ക് ആയിക്കഴിഞ്ഞാൽ അവർ അള്ളാഹുലേക്ക് ചെയ്യും, റസൂലിലേക്ക് അള്ളാഹുലേക്ക് ചേർന്ന് കഴിക്കും. ഷെയ്ഖുനയിലേക്ക് എത്തിയവൻ അള്ളാഹുലേക്ക് റസൂലിലേക്ക് എത്തും. അതാണ് ബഹുമാനപ്പെട്ടവരുടെ സ്ഥാനം. അപ്പോൾ ലോകത്ത് മുഅ്മിനീങ്ങളുടെ സ്വത്താണ് ഷെയ്ഖുന മടവൂർ. അവര് അള്ളാഹുവും റസൂലും അല്ലാതെ മറ്റൊന്നുമില്ലാതെ ആയിപ്പോയ അത്യുന്നത പദവിയുള്ള മഹാനാണ്. അവരെ ഓർക്കലും അവരുടെ പേര് പറയലും അവർക്ക് വേണ്ടി ഒരുമിച്ച് കൂടലും അവരെ സ്മരിക്കലും അവരുടെ മദഹ് പറയലും എല്ലാം വലിയ ഇബാദത്താണ്. അള്ളാഹുവിനും റസൂലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മഹത്തായ പദവിയാണ് അവർക്കുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ഉറൂസ് മുബാറക്ക് ഇനിയും നല്ല ഭംഗിയിലൂടെ നടത്താനും ഉറൂസ് മുബാറക്ക് മാത്രമല്ല ജീവിതത്തിൽ ബഹുമാനമുള്ളവരെ കൊണ്ടു നടക്കാനും അവരുടെ മദതും സ്നേഹവും ഹുബ്ബൊക്കെ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം. അതിനായി നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അതിനൊക്കെ ഇത് കാരണമാക്കട്ടെ. അങ്ങനെ ജീവിതത്തിൽ ബഹുമാനമുള്ളവരെ കൊണ്ടു നടക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആത്മാവിലും ശരീരത്തിലും മനസ്സിലും ചിന്തയിലും ഒക്കെ എല്ലാ കാലത്തും ഇറങ്ങുമ്പോഴും ബഹുമാനപ്പെട്ടവർക്ക് ഫാത്തിഹ ഓതി ബഹുമാനമുള്ളവരെ മുൻനിർത്തി നമുക്ക് മുന്നോട്ട് പോയി നോക്കൂ. നമുക്കതിന് മാറ്റങ്ങൾ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ടവരുടെ മദത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ബഹുമാനപ്പെട്ടവരുടെ മദത് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനമുള്ളവരെ സ്നേഹിക്കാനും മഹബത്ത് വെക്കാനും ഇഷ്ക് വെക്കാനും അവരെ ഓർക്കാനും അവരെ സ്മരിക്കാനും അവരുടെ അഹലുകാരിൽ ഉൾപ്പെടാനും നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ പൊരുത്തപ്പെട്ട ആ ബഹുമാനമുള്ളവരെ പൂർണ്ണമായി അല്ലെങ്കിലും ഒരല്പമെങ്കിലും ബഹുമാനമുള്ളവരെ നമുക്ക് സ്വീകരിക്കാനും അവരെ കൊണ്ടു നടക്കാനും നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന്